വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് മുട്ട ബുർജി ഉണ്ടാക്കാം കേട്ടോ. എഗ് ബുർജി. ഇത് ചപ്പാത്തിയുടെ കൂടെ, ബ്രെഡിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ ഒക്കെ അടിപൊളിയാണ്. ഈ മുട്ടയ്ക്ക് പകരം ഞങ്ങൾക്ക് പനീർ ഇട്ടിട്ട് പനീർ ബുർജിയും ആക്കാം കേട്ടോ. ബേസിക്കലി ഒരു നോർത്ത് ഇന്ത്യൻ സാധനമാണ്. ഇച്ചിരി തേങ്ങാപ്പേരൊക്കെ ഇട്ടാൽ നമ്മുടെ നാടൻ മുട്ടത്തോരൻ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയാലോ? ഒരു 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റാണ്. I am Akshya and welcome to Aksha's Cameo. അപ്പോൾ നമുക്ക് എഗ് ബുർജി ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാവേ. ആദ്യം തന്നെ ഓരോ ടീസ്പൂൺ പച്ചമുളകും ഇഞ്ചി എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യമായി എടുക്കണേ. 1 കപ്പ് സവാള ഫൈൻലി ചോപ്പ് ചെയ്തതാണ്. 1/2 കപ്പ് തക്കാളി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 5 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഗാർണിഷ് ചെയ്യാനായിട്ട് അവസാനം മല്ലിയില. അപ്പൊ നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ? തവ നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിക്കാവേ. വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യാം. വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല, ഒരു നോർത്ത് ഇന്ത്യൻ ഇതാണല്ലോ. പക്ഷേ വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അടിക്ക് പിടിക്കാത്ത പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എഗ് ബുർജി ഉണ്ടാക്കുമ്പം. സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാവേ. കറിവേപ്പില ചേർത്ത് കൊടുക്കാവേ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം. ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എപ്പോഴും സവാളയിൽ നമ്മൾ ഉപ്പ് ചേർക്കുന്നത് പെട്ടെന്നൊന്ന് വഴണ്ടി വരാനായിട്ടാണേ. ഭയങ്കര ഡാർക്ക് കളറൊന്നും ആവണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡൊക്കെ ആകുമ്പോഴത്തേക്കും മതി. ഈ ഒരു പാകം വരെ മതി കേട്ടോ. ലൈറ്റായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി, അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇടാവേ, മുളക് പൊടി, ഗരം മസാല വഴറ്റി കൊടുക്കാവേ. പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ വഴറ്റണം. ലോ ഫ്ലെയിമിലിടണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവേ. തക്കാളി ഒന്ന് സോഫ്റ്റ് ആകാൻ മാത്രമുള്ള വെള്ളം. ഈ തക്കാളി ഒന്ന് സോഫ്റ്റായി ഒന്ന് കുക്കായി വരട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഈ ഒരു പാകം ആവണം കേട്ടോ. നന്നായിട്ട് കുക്കായി സോഫ്റ്റായി ആ വെള്ളമൊക്കെ അങ്ങോട്ട് വറ്റി വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് മുട്ടയിടാം. ഈ മുട്ടയ്ക്ക് ആവശ്യമായ ഒരു ശകലം ഉപ്പ് കേട്ടോ, പിന്നെ പെപ്പറും. നമ്മുടെ എഗ് ബുർജി റെഡി ആയിട്ടുണ്ട്. എനിക്കിതാ ഈ ഒരു പരിവാണ് കേട്ടോ ഇഷ്ടം. ഇങ്ങനെ വിട്ട് 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 കിടക്കുന്ന, ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന വലിയ താല്പര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേ രീതിയിൽ നിങ്ങൾക്ക് പനീർ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. മുട്ടയ്ക്ക് പകരമായിട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയില ഇടാം കേട്ടോ. മല്ലിയില ഇഷ്ടമില്ലാത്ത ആൾക്കാർ സ്കിപ്പ് ചെയ്യാവേ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ എഗ് ബുർജി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്താലോ? അങ്ങനെ നമ്മുടെ എഗ് ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് 5 മിനിറ്റ്, മാക്സിമം 10 മിനിറ്റിൽ റെഡി ആകുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. നിങ്ങൾക്ക് ചപ്പാത്തി ബ്രെഡിന്റെ ഒക്കെ കൂടെ എൻജോയ് ചെയ്ത് പെട്ടെന്ന് ക്വിക്ക് ഫിക്സ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡ്ലൻ ഐറ്റം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസ് ഒക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.